MC റോഡ് യാത്രക്കാർക്ക് ആശ്വാസം. കോട്ടയം വഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി പിൻവലിച്ചു. കോടിമത പാലത്തിലെ അറ്റകുറ്റപ്പണി പുനരാരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ആയിരുന്നു നിയന്ത്രണം. പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ ടാർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്നും ഏറ്റുമാനൂരിൽ നിന്നും വഴിതിരിച്ചു വിടുമെന്ന് ആയിരുന്നു ഇന്നലെ പ്രഖ്യാപിച്ചത്. എന്തായാലും യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കേവലം കോട്ടയം നിവാസികളെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. MC റോഡ് സംസ്ഥാനത്തൊട്ടാകെയുള്ളവർ ആശ്രയിക്കുന്നതാണ്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ഭാഗം, ഒപ്പം തന്നെ എറണാകുളത്തേക്കുള്ള റോഡ്, ഇതുവഴിയൊക്കെ ഉള്ളവർ കോട്ടയം നഗരത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിനാണ് ഒരാഴ്ച തടസ്സമുണ്ടാകും എന്ന നിലയിൽ ഇന്നലെ പോലീസ് വാർത്താക്കുറിപ്പിൽ ഇറക്കിയത്. ഗതാഗത നിയന്ത്രണം പ്രഖ്യാപിക്കുകയും ഇതുവഴിയൊക്കെയാണ് വാഹനം തിരിച്ചു പോകേണ്ടത് എന്ന നിലപാടെടുക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് PWD ഉദ്യോഗസ്ഥരും കളക്ടറും ചേർന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ പുതിയ പാലം പണി പൂർത്തിയായതാണ്. അപ്രോച്ച് റോഡിൽ ടാറിംഗ് മാത്രം പൂർത്തിയായാൽ മതി. അതുകൊണ്ട് ആ ടാറിംഗ് പൂർത്തിയാക്കിയാൽ അത് പൂർത്തിയായ ശേഷം അതുവഴി ഗതാഗതം തുറന്നു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പഴയ പാലത്തിൽ ഉണ്ടായിരിക്കുന്ന അത് ഒരു ഭാഗം താണുപോയത്, അപകടകരമായ നിലയിൽ താണുപോയതടക്കം പണിയുന്നതിന് ആ സമയത്ത് ഒരു സമയം കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 4 ദിവസം കൊണ്ട്, 4 അല്ലെങ്കിൽ പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കാമെന്ന് PWD ഉദ്യോഗസ്ഥർ അറിയിച്ചതോടുകൂടിയാണ് ഇപ്പോൾ എന്തായാലും ഗതാഗത നിയന്ത്രണം വേണ്ട എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനി ടാറിംഗ് പൂർത്തിയായി അതിനുശേഷം ഈ പഴയ പാലത്തിൽ പണി തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ടാറിംഗ് പൂർത്തിയായ ഉടൻ തന്നെ വലിയ ഭാരവാഹനങ്ങൾ ഇതുവഴി കയറ്റിവിടണോ എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. എന്തായാലും എഞ്ചിനീയറിംഗ് വിഭാഗം ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും അത്തരം വലിയ വാഹനങ്ങൾ കടത്തിവിടുക. ഒരുപക്ഷെ ആ ഘട്ടത്തിൽ വലിയ ഭാരവാഹനങ്ങളൊക്കെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വഴിതിരിച്ച് വിടാൻ സാധ്യതയുണ്ട്. അപ്പുറത്ത് ഏറ്റുമാനൂരിൽ നിന്നുൾപ്പെടെ വഴിതിരിച്ച് വിടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ നഗരത്തിലാകെ വലിയ ദുരിതമുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഫലത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വന്നത്. ഇതിനൊടുവിലാണ് ഇതൊരു വലിയ ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുമെന്ന് കണ്ടതോടുകൂടിയാണ് MLA കൂടിയായ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് പോലീസുമായി കൂടിയാലോചന നടത്തി, കളക്ടറുമായി കൂടിയാലോചന നടത്തി ഇങ്ങനൊരു മാറ്റത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഗതാഗത നിയന്ത്രണം MC റോഡ് വഴി ഉണ്ടാകില്ല. അത് കേവലം കോട്ടയംകാരെ മാത്രം സംബന്ധിച്ചല്ല, ഇതുവഴി യാത്ര ചെയ്യുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് യാത്രക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് തന്നെ വലിയൊരു ആശ്വാസമായി മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.